ഇഷ്ടം മാത്രം ഭാഗം 11. മഹേഷിൻ്റെ കാര്യം പറയാൻ വേണ്ടി വീട്ടിൽ ചെന്നതും ആ സമയം അച്ഛൻ്റെ പ്രതികരണവുമെല്ലാം അവൾ ഒരു നിമിഷം ഓർത്തു. എല്ലാം തുറന്ന് സംസാരിക്കാനായി ഒരുങ്ങിയ തൻ്റെ വാക്കുകളെ അവൾ തൊണ്ടക്കുഴിയിൽ നിർത്തി. അച്ഛാ, ഞാനും കുറച്ച് ദിവസം അവിടെ വന്ന് നിന്നാലോ എന്നാലോചിക്കുകയാ. ഏതായാലും സതീശേട്ടൻ്റെ നിശ്ചയമല്ലേ, അവൾ പറഞ്ഞു. നീ ഇപ്പോൾ പോയാൽ ഞാൻ പിന്നെ തനിച്ച് വരേണ്ടി വരില്ലേ? നമുക്ക് ഒരുമിച്ച് തലേ ദിവസം തന്നെ പോകാം, മഹി അവസരം മുതലാക്കി ഇടയിൽ കയറി പറഞ്ഞു. മഹി പറയുന്നതാ ശരി മോളെ, അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ ഒരുമിച്ച് വന്നാൽ മതി. അച്ഛനത് പറഞ്ഞപ്പോൾ പല്ലവി ശരിക്കും കുടുങ്ങിപ്പോയി. ഏട്ടത്തി എന്തിനാ ഇപ്പോൾ ധൃതി പിടിക്കണേ? ഏട്ടൻ്റെ കൂടെ പോകാം, ഗീതുവും അവളോട് പറഞ്ഞു. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെയും ഇത്രയും പെട്ടെന്ന് നീ മറന്നോ എന്ന മട്ടിൽ പല്ലവി അവളെ നോക്കി ഇരിക്കാതെ നിന്നു. ഏട്ടത്തിയെ ഇവിടെ പിടിച്ചു നിർത്താൻ ഇതുതന്നെയുള്ളൂ മാർഗം എന്നവൾക്കറിയാമായിരുന്നു. പല്ലവി കെണിക്കൂട്ടിൽപ്പെട്ട അവസ്ഥയിലായി. രക്ഷപ്പെടാനാകാത്ത വിധം താൻ കുരുങ്ങിക്കിടക്കുകയാണെന്ന് അവൾക്ക് തോന്നി. എന്നാൽ അവിടെ നടന്ന സംഭവങ്ങൾ ഒന്നും മാധവിക്ക് അത്ര ഇഷ്ടമായില്ല. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവർ മുറിയിലേക്ക് പോയി. നിങ്ങൾ ഇവർക്ക് കൂടി ഊണ് റെഡിയാക്ക്, അമ്മ പോകുന്നത് കണ്ടതും മഹി പല്ലവിയെയും ഗീതുവിനെയും നോക്കി പറഞ്ഞു. അയ്യോ ഇല്ല മോനെ, ഞങ്ങൾ ഇറങ്ങുകയാ, ഊണൊന്നും വേണ്ട, വാസുദേവൻ പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല, ഊണ് കഴിച്ചിട്ട് പോകാം, കൃഷ്ണനും പറഞ്ഞു. വേണ്ട, പിന്നീടൊരിക്കലാകാം, സ്നേഹപൂർവ്വം വാസുദേവനും ലീലയും അവരെ തടഞ്ഞു. എന്തൊരഭിനയമാണ് ഓരോരുത്തരും കാഴ്ചവെക്കുന്നതെന്ന് പല്ലവിക്ക് തോന്നി. പല്ലവിയുടെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് ലീല അവളുടെ മുടിയിൽ തഴുകി. നീ വീട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു അല്ലേ? സാരമില്ല, വെള്ളിയാഴ്ച മഹിയെയും കൂട്ടി നേരത്തെ അങ്ങ് വരാലോ. അപ്പോൾ നിനക്ക് 2 ദിവസം നിന്നിട്ട് പോരാം. പല്ലവി എന്തോ പറയാൻ തുടങ്ങിയതും മഹി ഇടയിൽ കയറി. എന്തായാലും വെള്ളിയാഴ്ച ഞങ്ങൾ അങ്ങോട്ട് വന്ന് 2 ദിവസം അവിടെ നിന്നിട്ടേ തിരിച്ചു വരൂ. അതുപോരെ അച്ഛാ? മഹിയുടെ വിനയവും അഭിനയവും കണ്ട് പല്ലവി അന്തം വിട്ടു. ദയനീയമായി പല്ലവി അച്ഛനെയും അമ്മയെയും നോക്കി. ഊണ് കഴിക്കാൻ നിൽക്കാതെ തന്നെ അവർ ഇറങ്ങി. നിങ്ങൾ നിൽക്ക്, ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുചെന്ന് വിടാം. അവർ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ മഹി മുറിയിലേക്ക് പോയി. പല്ലവി അമ്മയുടെ അടുക്കലെത്തി. പിന്നെ ആ തോളിലേക്ക് ചാരി നിന്നു. അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ലീലയ്ക്ക് തോന്നി. പെറ്റമ്മയ്ക്ക് തൻ്റെ മകളുടെ മനസ്സിലെ വേദന പെട്ടെന്ന് മനസ്സിലാകും. മോളെ, നിന്നെ അമ്മക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞാൻ നിസ്സഹായയാണ്, ഒപ്പം സ്വാർത്ഥയും. കാരണം എൻ്റെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം. അതെൻ്റെ ആഗ്രഹമാണ്. മഹേഷ് നല്ലവനാണ്, നിനക്കത് മനസ്സിലാകും. അമ്മ പറയുന്നതെല്ലാം കേട്ടപ്പോൾ പല്ലവി വേദനയോടെ ഒന്ന് ചിരിച്ചു. അമ്മയുടെ ആഗ്രഹം ഞാനായിട്ട് ഇല്ലാതാക്കില്ല. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ വെള്ളിയാഴ്ച തന്നെ എത്താം, അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അപ്പോഴേക്കും ഡ്രസ്സെല്ലാം മാറി കാറിൻ്റെ കീയുമായി മഹി വന്നു. കൃഷ്ണനോടും പല്ലവിയോടും യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി. മഹിയുടെ കാർ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ പല്ലവി നോക്കി നിന്നു. തൻ്റെ ജീവിതവും ആ കാർ അകലും പോലെ ദൂരേക്ക് കൈവിട്ടു പോവുകയാണ് എന്നവൾക്ക് തോന്നി. അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ ഗീതുവിന് വിഷമമായി. അവൾ ഏട്ടത്തിയുടെ കയ്യിൽ പിടിച്ചു. എനിക്ക് സ്വന്തമായി എൻ്റെ ഇഷ്ടത്തിനൊരു തീരുമാനം പോലും എടുക്കാനാകുന്നില്ലല്ലോ മോളെ. അത് പറയുമ്പോൾ പല്ലവിയിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നു. ഗീതു പല്ലവിയുടെ ബാഗുമായി അവളുടെ മുറിയിലേക്കാണ് പോയത്. ഗീതു ബാഗ് മേശയിൽ വെച്ചു. പിന്നെ ഏട്ടത്തിയെ നോക്കി. പല്ലവിയുടെ മുഖം കരഞ്ഞു തളർന്നിരുന്നു. ഗീതു അവളെ നിർബന്ധിച്ചാണ് തൻ്റെ മുറിയിലേക്ക് വിളിപ്പിച്ചത്. പല്ലവി ഗീതുവിൻ്റെ കട്ടിലിൽ ഒരേ ഇരിപ്പ് തുടർന്നു. സമയം പോകുന്നതൊന്നും അവൾ അറിഞ്ഞതേയില്ല. കതക് തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ പല്ലവി മുഖമുയർത്തി നോക്കി. കയ്യിൽ ആവി പറക്കുന്ന ചായയുമായി ഗീതു പല്ലവിയുടെ അടുത്തെത്തി. ഏട്ടത്തി, ഈ ചായ കുടിക്ക്. ഇങ്ങനെ കിടന്നാൽ എങ്ങനെ ശരിയാകും? കഴിഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് തീരുമാനിക്കണം. ഗീതു പറഞ്ഞത് മനസ്സിലാകാതെ അവൾ ചൊഴിഞ്ഞ് ഗീതുവിനെ ഒന്ന് നോക്കി. ഇനി ഏട്ടത്തി ഇങ്ങനെ ആയാൽ ശരിയാവില്ല. ഇത്തിരി കൂടി ബോൾഡാകണം. ഏട്ടത്തി ഇങ്ങനെ പാവമായിരുന്നത് കൊണ്ടാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. പല്ലവി നിസ്സഹായാവസ്ഥയിൽ അവളെ ഒന്ന് നോക്കി. ഞാൻ എന്ത് ചെയ്യാനാ മോളെ? പല്ലവി അവളെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏട്ടത്തി എങ്ങനെയെങ്കിലും പഠിച്ച് ഒരു ജോലി നേടിയെടുക്കണം. അവൾ പറയുന്നത് പല്ലവി ശ്രദ്ധയോടെ കേട്ടുനിന്നു. അവർ സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് മഹി അവിടേക്ക് വന്നത്. മഹിയെ കണ്ടപ്പോൾ പല്ലവിക്ക് ദേഷ്യം വന്നു. പല്ലവി അവൻ്റെ മുഖത്തേക്ക് നോക്കിയത് പോലുമില്ല.
ഗീതു അരിശത്തോടെ അവനരികിലേക്ക് വന്നു. എന്തിനാ ഏട്ടാ വന്നത്? അവൾ ദേഷ്യത്തിൽ ചോദിച്ചു. മോളെ, ഞാനൊന്ന് പറയട്ടെ, എനിക്ക് പല്ലവിയോടൊന്ന് സംസാരിക്കണം. ഗീതു അവനെ പറയാൻ സമ്മതിക്കാതെ തടഞ്ഞു. ഏട്ടൻ ഇനി ഒന്നും പറയണ്ട. ഒരു കള്ളം മറയ്ക്കാൻ മറ്റൊരു കള്ളം പറയേണ്ട ആവശ്യവുമില്ല. ഞങ്ങൾ നേരിട്ട് കണ്ടതിലും വലിയ ഒരു സത്യം വേറെ ഒന്നുമില്ലല്ലോ. ഗീതു പറയുമ്പോൾ കിതച്ചുപോയി. ഒരു മിനിറ്റ്, എനിക്ക് പല്ലവിയോട് സംസാരിക്കണം, അവൻ വീണ്ടും പറഞ്ഞു. എനിക്കാരോടും ഒന്നും പറയാനില്ല, ഒന്നും കേൾക്കാനുമില്ല. എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. അവർ സംസാരിക്കുന്നതിനിടയിൽ കയറി പല്ലവി പറഞ്ഞു. പല്ലവി അവിടെ നിന്നും എഴുന്നേറ്റ് ജനലിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. പിന്നെ അവൾ മഹിയുടെ ഭാഗത്തേക്ക് നോക്കിയതുപോലുമില്ല. മഹി കുറച്ചു നിമിഷം കൂടി കാത്തുനിന്നു, അവളോട് എന്തെങ്കിലും സംസാരിക്കാൻ. എന്നാൽ ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അവൻ തിരിഞ്ഞു നടന്നു. അവൻ പോയതും ഗീതു പല്ലവിയുടെ അടുത്തേക്ക് ചെന്നു. പല്ലവിക്ക് സങ്കടം അടക്കാനായില്ല. അവൾ ഗീതുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതുവരെ മനസ്സിൽ തങ്ങി നിന്നിരുന്ന സങ്കടങ്ങൾ മുഴുവൻ അണപൊട്ടിയൊഴുകി. ഗീതു അവളെ സമാധാനിക്കും മട്ടിൽ ചേർത്ത് പിടിച്ചു. ഗീതുവിനും സങ്കടം വരുന്നുണ്ടായിരുന്നു. അവളെ ആശ്വസിപ്പിക്കും മട്ടിൽ ഗീതു അവളുടെ പുറത്ത് തഴുകിക്കൊണ്ടിരുന്നു. ഒരു അനിയത്തിയിൽ നിന്നും കിട്ടുന്ന ആശ്വാസം പോലെയല്ല പല്ലവിക്ക് തോന്നിയത്. അമ്മയിൽ നിന്നും ഒരു കുഞ്ഞ് അനുഭവിക്കുന്ന വാത്സല്യം പോലെയാണ് അവൾക്ക് അപ്പോൾ തോന്നിയത്. ആ ആശ്വാസത്തിൻ്റെ ചൂടേറ്റു നിൽക്കുമ്പോൾ പല്ലവിയുടെ മനസ്സിൽ ഗീതു പറഞ്ഞ വാക്കുകൾ അലയടിക്കുകയായിരുന്നു. ഞാനിങ്ങനെ ആയാൽ പറ്റില്ല. ഇനിയെങ്കിലും തനിക്ക് തൻ്റേതായ ഒരു ഇടം കണ്ടുപിടിക്കണം. അന്ന് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. മഹിയും ഗീതുവും ഒന്നും എവിടേക്കും പോയിരുന്നില്ല. രാവിലെ നടന്ന സംഭവങ്ങൾ ആ വീടിനെ അത്രയ്ക്കും ആഘാതമേൽപ്പിച്ചിരുന്നു. പല്ലവി തൻ്റെ മിഴികളിൽ നിന്നും ഊർന്നു വീഴുന്ന കണ്ണുനീർ പുറം കൈകൊണ്ട് തുടച്ചു. അവളുടെ മനസ്സിൽ ഗൗരിയുടെയും മഹിയുടെയും മുഖം തെളിഞ്ഞു വന്നപ്പോൾ അവൾക്ക് അവനോട് വാശിയായി. അവൾ അവിടെ നിന്നും പോകാതെ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ മഹിയുടെ മുറിയിലേക്ക് താനിനി പോകില്ല. അവൾ മനസ്സാലെ ഉറച്ച ഒരു തീരുമാനമെടുത്തു.